നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നുവെന്ന് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അടുത്ത 2 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ മലയോര മേഖലയിൽ ചുഴലിക്കാറ്റ് വീശി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കണ്ടിവാതുക്കൽ അഭയഗിരിയിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. തടിക്കൽ ജോസഫ്, മൂന്നുപുരയ്ക്കൽ ചന്ദ്രൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. വീടിന്റെ ഓടുകളും ആസ്ബറ്റോസ് ഷീറ്റുകളും ശക്തമായ കാറ്റിൽ പറന്നുപോയി. അപകടം നടക്കുമ്പോൾ വീട്ടുകാർ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. മേഖലയിൽ റബ്ബർ മരങ്ങൾ നശിച്ചതായും നാട്ടുകാർ പറഞ്ഞു. അതേസമയം കാലവർഷം ആരംഭിച്ച് 1 മാസം തികയുമ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് അധിക മഴ ലഭിച്ചുവെന്നാണ് കണക്കൂട്ടൽ. സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് 53% അധിക മഴയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദീകരിക്കുന്നത്. പതിവ് പോലെ കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ മഴ ലഭിച്ചത്, 1432 മില്ലിമീറ്റർ. ജലസേചന വകുപ്പിന്റെ കണക്കിൽ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്, 1647 മില്ലിമീറ്ററാണ് ഇവിടെ. 1 മാസത്തിൽ 17 ദിവസവും സംസ്ഥാനത്ത് ശരാശരിയിൽ കൂടുതൽ മഴ ലഭിച്ചു. കാലവർഷം കേരളത്തിലെത്തിയ മെയ് 24 മുതൽ 31 വരെ മാത്രം സംസ്ഥാനത്ത് പെയ്തത് 440 മില്ലിമീറ്റർ മഴയാണ്. അതോടൊപ്പം ശക്തമായ കാറ്റും ഈ കാലയളവിൽ അനുഭവപ്പെട്ടു. തുടർന്നുള്ള 10 ദിവസം ദുർബലമായ കാലവർഷം 11-ന് ശേഷം വീണ്ടും ശക്തമായി. 15-16 വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്രമായ മഴയും രേഖപ്പെടുത്തി.